ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തിരുവല്ലയിൽ നിന്നാണ് വരുന്നതെന്നാണ്. അതെ. ഇന്ന് തിരുവല്ലയിൽ നിന്ന് സഞ്ചരിച്ച് ഒരു ആവശ്യത്തിലേക്ക് എത്തിയതാണ്. അപ്പം നാളെ തിരിച്ചു മടങ്ങും. അപ്പം പത്തനംതിട്ടക്കാരിയാണ് അൾട്ടിമേറ്റ്ലി. സ്വാഭാവികമായും ശബരിമല സ്ഥിതി ചെയ്യുന്ന നാട്ടുകാരിയാണ്. ഒരു വിശ്വാസിയാണോ? ഞാൻ അയ്യപ്പന്റെ എന്താ പറയാ, അല്ല, എന്റെ നാള് അയ്യപ്പന്റെ നാളാ, ഉത്രം. ശരിക്കും? അപ്പം ആ ബന്ധം കൂടി കൊണ്ട് ഇഷ്ടം കുറച്ച് കൂടുതലായിരിക്കും അയ്യപ്പനോട്. പോയിട്ടുണ്ടോ? ശബരിമല പോയിട്ടുണ്ടോ? ചോദ്യം എന്തെന്ന് പോയിട്ടുണ്ടോന്നല്ലേ? ഇല്ല, പോയിട്ടില്ല. ഇനി വേണം പോകാൻ. അങ്ങനെ ഞാൻ അല്ലാതെ വേറൊന്നും ചോദിച്ചതല്ല. അല്ല, ഞാൻ ഓർത്തു പോയിട്ടുണ്ടോ. ഇല്ല, പോയിട്ടില്ല. ഞെട്ടിയപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു, അതൊന്ന് ചോദിക്കാം. എന്തായാലും ശബരിമല ഈ അടുത്ത കാലത്ത് കുറച്ച് ചർച്ചയായത് അറിയാമല്ലോ, അതിന്റെ കാരണങ്ങളും അറിയാം. അപ്പം അന്ന് നാട്ടിലുണ്ടായ സംഭവ വികാസങ്ങൾ, കുറെ പേര് ഇത് വേണമെന്ന് വാദിക്കുന്നു, കുറച്ച് പേര് ഇതിനെതിരെ പ്രതിഷേധമായിട്ട്. അപ്പൊ അന്ന് മനസ്സുകൊണ്ട് ആരുടെ കൂടെ ആയിരുന്നു അഞ്ജിത? എനിക്ക് ഭയങ്കര ആഗ്രഹം പോവാൻ. ഞാൻ വിചാരിച്ചു അത് ആയിക്കഴിഞ്ഞാൽ പോവാലോന്നെങ്കിലും ഞാനത് പ്രതീക്ഷിച്ചു. അപ്പം അയ്യപ്പനുള്ള ഒരു വിശ്വാസം ഇച്ചിരി ഡൈലൂട്ട് ആയാലും കുഴപ്പമില്ല, എനിക്കൊന്ന് പോയി കണ്ടാൽ സ്നേഹം കൊണ്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചത് നടന്നു കഴിഞ്ഞാൽ ഒന്ന് പോവാൻ പറ്റുമല്ലോ എന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു. പക്ഷെ അവിടെ ഒരു സ്ത്രീ കയറിയിരുന്നു, അത് കണ്ടപ്പം എന്ത് തോന്നി? അത്രയും ധൈര്യം, മോട്ടിവേഷൻ എല്ലാവരും എതിർത്ത് പോകുന്നില്ല. അതങ്ങനെ ഒരു റൂളാക്കി മാറ്റുമെങ്കിൽ സന്തോഷമായിട്ട് ഞാൻ പോയത്. അത് ഒരു നിയമം മൂലം വരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്, അതോ സ്വാഭാവികമായിട്ട് ആൾക്കാർ അവിടെ കയറാൻ പറ്റുന്ന നിലയിൽ ഒരു തീരുമാനം വന്നിരുന്നെങ്കിൽ? നിയമമൊക്കെ സൃഷ്ടിച്ചതും ആൾക്കാരല്ലേ, അത് തന്നെയാണ്. പക്ഷെ നിയമം എന്ന് പറയുമ്പോൾ ഒരു കമ്പൽഷൻ, ഒരു നിർബന്ധ ബുദ്ധി ഉണ്ട് അവിടെ, അല്ലേ? മറ്റത് സ്വാഭാവികമായി എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുകയറുന്നു. അപ്പം അതിനൊരു വ്യത്യാസമുണ്ട്. അപ്പം അന്ന് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് അതോറിറ്റീസ് അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻസ് ഒക്കെ എടുത്ത ചില കാര്യങ്ങൾ ഒരു മനുഷ്യത്വപരമായി ചിന്തിക്കുമ്പം അത് ശരിയായിരുന്നു. നമ്മുടെ ഈ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്ത്, എന്ത് ചേഞ്ച് കൊണ്ടുവരണമെങ്കിലും അതൊരു ബഹളത്തിലൂടെ മാത്രമേ നടക്കൂ. അപ്പോൾ നന്നായിരുന്നു. അല്ല, അങ്ങനല്ല. പൊതുവെ ആരെങ്കിലും എന്ത് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ല മലയാളികൾ, എതിർക്കും. അപ്പൊ എല്ലാ കാര്യത്തിലും ഒരു എതിർപ്പ് മലയാളി വരും. കാരണം ചോദ്യം ചെയ്യും, മലയാളീസ് ചോദ്യം ചെയ്യും. ഇപ്പൊ സിനിമയിൽ പോലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യമാണെങ്കിൽ അവർ തുറന്നടിച്ച് പറയും. മലയാളികൾ ഓഡിയൻസ് അങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് അവിടെ ഉണ്ടായതും മേ ബി അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആയിരുന്നായിരിക്കും. എന്തായാലും സാഹചര്യങ്ങൾ ഇന്ന് വേറൊരു നിലയിലാണ് എത്തി നിൽക്കുന്നത്. എന്തെങ്കിലും എന്തായാലും ആഗ്രഹിച്ച പോലെ അയ്യപ്പനെ കാണാൻ ഉടനെ തന്നെ പറ്റട്ടെ. ആഗ്രഹം നടക്കട്ടെ.